നിങ്ങളുമുണ്ടല്ലോ, പറയാമെന്ന ഞാനാകട്ടെ കേൾക്കാമെന്ന നിങ്ങളാകട്ടെ, നമ്മളിൽ ഒരാൾക്ക് സ്വർഗം നിർബന്ധമാണ്. സ്വർഗം നിർബന്ധമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഈ വഅദകൾ ഞാനും നിങ്ങളുമുണ്ടല്ലോ, പറയാമെന്ന ഞാനാകട്ടെ കേൾക്കാമെന്ന നിങ്ങളാകട്ടെ, നമ്മളിൽ ഒരാൾക്ക് സ്വർഗം നിർബന്ധമാണ്. സ്വർഗം നിർബന്ധമായ ഒരു മനുഷ്യൻ ഈ വഅദിന്റെ മജ്‌ലിസിൽ ഇരിക്കുന്നുണ്ട്. അവനാരാണെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മൻ നസിനാ അലൈഹി അർബഅതു ഖൈറാ വജബതു ലഹുൽ ജന്നാ. മുത്തുനബി അവിടെന്ന് പറയുന്ന ഈ സദസ്സിലിരിക്കുന്ന ഒരാൾക്ക് സ്വർഗമുണ്ടെന്നല്ല, സ്വർഗത്തിൽ പോകുമെന്നല്ല, സ്വർഗം നിർബന്ധമാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞു തന്ന മനുഷ്യനാരെന്നറിയുമോ? പടച്ചവനെ, ഈ വന്ന എല്ലാവരും ഒരാളെ പോകുന്ന മനുഷ്യൻ നല്ലവനാണെന്ന് പറയുന്നവനല്ല. പിന്നെ ആരാണ് പടച്ചവനെ സ്വർഗം നിർബന്ധമായ മനുഷ്യനാരാ? സ്വർഗം നിർബന്ധമായ ചെറുപ്പക്കാരനാരാ? മുത്തുനബി അവിടെ നിന്ന് പറയുന്നു, മന്നസിനാ അലൈഹി അർബഅതു ഖൈറാ വജബതു ലഹുൽ ജന്നാ. ഖാല നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരും മുഖത്ത് നോക്കിയിട്ട് നല്ലവനാ എന്ന് പറയുന്നതുകൊണ്ട് കേൾക്കാൻ ഒരു സുഖം, അതിനപ്പുറം വേറെ ഒന്നുമില്ല. പക്ഷേ ഈ സദസ്സിലിരിക്കുന്ന ഒരാൾക്ക് സ്വർഗം നിർബന്ധമാ. ആ ഒരാളിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. ആ ഒരാൾ ആരാ? ആ വഅദ് പറയണ ഞാനോ അല്ലെങ്കിൽ നിങ്ങളാരും അല്ല. ആരാ ഒരാള്? എല്ലാവരും നല്ലവനാ എന്ന് പറയുന്ന ആളല്ല. ആ ഒരാൾ ആരാ? ആ ഒരാളുടെ അടയാളം എന്താ? അള്ളാഹു ആ ഒരാളിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഒരാൾ ആരാണെന്ന് പറഞ്ഞാൽ, നീ മരണപ്പെട്ടു. ഈ സദസ്സിലിരിക്കുന്ന നമ്മളെല്ലാവരും മരണപ്പെട്ടു. ആ മരണപ്പെട്ടു പോയ മനുഷ്യനെ കുറിച്ച് നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ 4 പേര് ഈ മനുഷ്യൻ നല്ലവനാണെന്ന് അള്ളാഹുവിനോട് സാക്ഷി പറഞ്ഞാൽ അവന് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരാളെ കുറിച്ച് 4 പേര് അള്ളാഹുവിന്റെ മുമ്പിൽ ഇവൻ നല്ലവനായി എന്ന് പടച്ച റബ്ബിനോട് സാക്ഷി പറഞ്ഞാൽ അവന് സ്വർഗം നിർബന്ധമാണ്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. എത്ര പേര് പറയണം? നിങ്ങൾക്ക് മലയാളം അറിയുമെന്ന് അറിയാൻ ഞാൻ ചോദിക്കണം. എത്ര പേര് പറയണം? 4 ലക്ഷം പേരല്ല, 40,000 പേരല്ല, 400 പേരല്ല, 4 പേര് സിറാജിന് നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ചെല്ലുമ്പോ, പടച്ചവനെ സിറാജ് നല്ലവനായിരുന്നു എന്ന് 4 പേര് പറഞ്ഞ എനിക്ക് സ്വർഗം നിർബന്ധമാ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അങ്ങനെ 4 പേര് നിങ്ങളെ കുറിച്ച് പറയുവോ? നിങ്ങളെ കുറിച്ച് പറയുവോ? സദസ്സിലിരിക്കണ, സ്റ്റേജിലൊക്കെ ഇരിക്കണ എല്ലാവരും പറയുന്നുണ്ട് നമ്മളെ കുറിച്ച് പറയുമെന്ന്. കാരണം എന്തേ? 4 പേരല്ലേ ഉള്ളൂ. 4 ലക്ഷം പേരെന്ന് നമ്മളെ കുറിച്ച് നല്ലത് പറയണ്ടല്ലോ. 4 പേര് പറഞ്ഞാ പോരെ? അപ്പൊ നമുക്ക് ആരെങ്കിലും 4 പേര് പറയുമെന്ന്. എന്നാ പൊന്നാര ചങ്ങാതി, ഏതെങ്കിലും 4 പേര് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എടാ, ഈ റോഡിലൂടെ കഞ്ചാവ് വലിച്ചുകൊണ്ട് നടക്കുന്ന ഒരുത്തൻ നീ മഹാനാണെന്ന് പറഞ്ഞ മഹാനാവോ? പള്ളിയിൽ പോലും കേറാത്ത ഒരുത്തൻ ാണെന്ന് പറഞ്ഞ സ്വർഗത്തിൽ പോവും. അപ്പൊ ഏതെങ്കിലും 4 പേര് പറഞ്ഞിട്ട് കാര്യമില്ല. പറയേണ്ട 4 പേര് പറയണം. ഏതെങ്കിലും 4 പേര് നീ നല്ലവനാണെന്ന് പറഞ്ഞാൽ നിനക്ക് സ്വർഗം കിട്ടും. എനിക്കാണെങ്കിൽ നല്ല കഫക്കെട്ടുണ്ട്, തല അങ്ങോട്ടും ഇങ്ങോട്ട് അനക്കാൻ കഴിയണില്ല. ചുമ തുടങ്ങിയാൽ പറ്റൂല. അപ്പം എൻ്റെ ടാബ്ലറ്റിൻ്റെ പവർ തീരുന്നത് വരെ വഴുതു പറയും. അത് കഴിഞ്ഞാൽ ഞാൻ നിർത്തിയേക്കാം. ആൻറ്റിബയോട്ടിക് കഴിച്ചിട്ടുണ്ട്.
എന്നോട് പറഞ്ഞത് ഉസ്താദ് വന്നിട്ടൊന്ന് ദുആ ചെയ്തിട്ട് പോയാൽ മതി എന്നാ സംഘാടകർ പറഞ്ഞു. ഇവര് പറഞ്ഞത് ഉസ്താദ് ദുആ ചെയ്തിട്ട് പോയാൽ മതി എന്ന്. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ പനി വന്നിട്ട് എല്ലാവരും പറഞ്ഞു ദുആ ചെയ്താൽ മതി എന്ന്. ദുആ ചെയ്ത് അവസാനം ഞാൻ 5 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു. അന്ന് അടിച്ചു കയറ്റിയ മരുന്നിന്റെ പവറിൽ ഏകദേശം 10-14 കിലോ വരെ ഞാൻ കുറഞ്ഞു കഴിഞ്ഞു. അല്ലാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ. അപ്പൊ ഏതെങ്കിലും 4 പേര് നമ്മളെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ നമ്മൾ സ്വർഗത്തിൽ പോകില്ല. പറയേണ്ട 4 പേരാരാ? അതുകൊണ്ട് ഞാൻ പറയുന്നത്, എന്ത് ചെയ്തിട്ടാണെങ്കിലും കുഴപ്പമില്ല, ഒരു 4 പേരെ റെഡിയാക്കിക്കോ. അത് വീട് വെച്ച് കൊടുക്കണോ, ഇപ്പൊ സ്വർണത്തിനൊക്കെ വലിയ വിലയാ, സ്വർണം വാങ്ങിച്ചു കൊടുക്കണോ, എന്ത് വാങ്ങിച്ചു കൊടുത്തിട്ടാണെങ്കിലും ഒരു 4 പേരെ റെഡിയാക്കിക്കോ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ആരാ 4 പേര്? നല്ലത് പറയേണ്ട 4 പേരാരാ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച 63ാമത്തെ വയസ്സിലാണ് ലോകത്തിന്റെ നേതാവ് ലോകത്തോട് വിട പറയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞു എന്നറിയുമ്പോ അറിഞ്ഞവർ കരയുകയാ, കേട്ടവർ നിലവിളിക്കുകയാണ്. അവിടെ ആണെന്നോ പെണ്ണെന്നോ പ്രായമുള്ളവരെന്നോ കുട്ടികളെന്നോ വേർതിരിവില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്ത് അറിയുന്നവർ മുഴുവനും കരയുകയാണ്. കരയുക മാത്രമല്ല, നിലവിളിച്ചുകൊണ്ട് വീടിന്റെ അകത്ത് നിന്ന് ആണുങ്ങളും പെണ്ണുങ്ങളും ഇറങ്ങി മസ്ജിദ് നബവിയിലേക്ക് ഓടുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നാട് മുഴുവനും കരയുകയാണ്. ഒരു നാട് മുഴുവനും കരയുകയാണ്. കരയല്ലേ എന്ന് പറയാൻ ഒരാൾ പോലുമില്ലാത്ത നാട്. നിങ്ങളുടെ മഹലിൽ ഒരാൾ മരണപ്പെട്ടാൽ പടച്ചവനെ ആ കരയുന്നവരോട് കരയല്ലേ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ഏതെങ്കിലും ഒരു മനുഷ്യനെ കാണുമല്ലോ. എന്നാ മദീനത്ത് അങ്ങനെ ഒരു മനുഷ്യനില്ലാതെ പോയി. മദീന മുഴുവനും കരയുകയാണ്. പറയേണ്ടവർ മുഴുവനും കരയുകയാണ്. പറയേണ്ട ആളാണ് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മദീനയിൽ തന്നെയില്ല. പിന്നെ പറയേണ്ടത് ഉമർ തങ്ങളാണ്. ഉമർ തങ്ങളുടെ അവസ്ഥ ഊരി പിടിച്ച വാളുമായി നബി തങ്ങളുടെ വീടിന്റെ മുറ്റത്ത് നടക്കുകയാണ്. ആരെങ്കിലും അല്ലാഹുവിന്റെ പ്രവാചകന് വഫാത്തായെന്ന് പറഞ്ഞാൽ അവന്റെ തലയെടുക്കുമെന്ന് പറഞ്ഞ് ഉമർ തങ്ങൾ വാള് പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. പിന്നെ പറയേണ്ട ആളാണ് സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു തളർന്നു കിടക്കുകയാണ്. പിന്നെ പറയേണ്ട ആളാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. സംസാരിക്കാൻ കഴിയാതെ അലിയാർ തങ്ങൾ തളർന്നിരിക്കുകയാണ്. ഓരോരുത്തരും കരയുകയാണ്. പടച്ചവനെ, ഒരു നാട് മുഴുവനും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് പറയാൻ ഒരാൾ പോലുമില്ല. പടച്ചവനെ, ഒരു നാട് മുഴുവനും വല്ലാത്ത കണ്ണുനീരിൽ നിൽക്കുകയാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനാസ അവിടെ ഇരിക്കുകയാണ്. തിങ്കളാഴ്ചയാണ് നബി തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞത്. തിങ്കൾ കഴിഞ്ഞു, ചൊവ്വാഴ്ച കഴിഞ്ഞു, ബുധനാഴ്ചയാണ് 3ാമത്തെ ദിവസമാണ് നബി തങ്ങളുടെ ജനാസ എവിടെന്ന് ഖബറടക്കുന്നത്. അതിന്റെ കാരണം പടച്ചവനെ, എന്ത് ചെയ്യണമെന്ന് പറയാൻ ഒരു നേതാവില്ല. ആരും ഉത്തരവാദിത്തോടെ എടുത്തു വെച്ച് പറയാൻ ഒരാളില്ലടോ, ഒരു നേതാവില്ലടോ. ആ നേതാവില്ലാത്തത് കാരണം നബി തങ്ങളുടെ ജനാസ എവിടെ വെച്ചിരിക്കുകയാണ്. ആരാണ് കുളിപ്പിക്കേണ്ടത്? എവിടെയാണ് ഖബറടക്കേണ്ടത്? നിസ്കരിക്കണോ? ഇമാമത്ത് ജമാഅത്തായി നിസ്കരിക്കണോ? ഒറ്റയ്ക്ക് നിസ്കരിക്കണോ? ഇതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ഒരു നേതാവില്ലാത്തത് കാരണം
മദീന മുഴുവനും സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാണ്. പടച്ചവനെ, വലിയ ധൈര്യമില്ലാത്ത സ്വഹാബിയ, വലിയ ധൈര്യമില്ലാത്ത സ്വഹാബിയ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ന് അബൂബക്കർ തങ്ങൾക്ക് ഈമാനികമായിട്ടുള്ള ഒരു ധൈര്യം കൊടുക്കുകയാണ്. നബി തങ്ങളുടെ മരണം അറിഞ്ഞുകൊണ്ടാണ് കടന്നു വന്നത്. അല്ലാഹുവിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിന്റെ അകത്ത് കയറുകയാണ്. മുത്തുനബിയുടെ മരണം അവിടെ നിന്ന് സ്ഥിരീകരിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല കരഞ്ഞു വിളിച്ചുകൊണ്ട് സങ്കടത്തോടെ നിൽക്കുന്ന മദീന നിവാസികളോട് അതാ അബൂബക്കർ തങ്ങൾ വിളിച്ചു പറഞ്ഞു, ജനങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകൻ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. പടച്ചവനെ, ഒരു പുതിയ നേതാവ് കടന്നു വരികയാണ്, ഒരു പുതിയ നേതാവ് കടന്നു വരികയാണ്. അബൂബക്കർ തങ്ങളെ പടച്ചവനെ അവിടെ നിന്ന് മരണം വിളിച്ചു പറയുകയാണ്. എല്ലാ വലിയ വലിയ സ്വഹാബത്ത് ഒരുമിച്ച് കൂടുകയാണ്. പിന്നെ അവർ തീരുമാനമെടുക്കുകയാണ്, ആരാണ് ഒരു പ്രവാചകൻ എവിടാണോ വഫാത്താകുന്നത് അവിടെയാണ് ഖബറടക്കേണ്ടത്, ആരാണ് മയ്യത്ത് കുളിപ്പിക്കേണ്ടത്, ആരാണ് പൊതിയേണ്ടത്, ആരാണ് ഖബർ കുടിക്കേണ്ടത്. പടച്ചവനെ, എല്ലാവരും ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് നിസ്കരിക്കേണ്ടത്. എല്ലാം അവിടെ നിന്ന് തീരുമാനമെടുക്കുകയാ, പറഞ്ഞു കൊടുക്കുകയാ. അങ്ങനെ അവസാനം ബുധനാഴ്ച വൈകുന്നേരത്തോടുകൂടി അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട ആ ജനാസ അവിടെ റൗളയിൽ ഖബറടക്കുകയാണ്. പടച്ചവനെ, അതാ ഇസ്ലാമിനൊരു നേതാവ് കടന്നു വന്നു. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫയായി പടച്ചവനെ ഭരണം നടത്തുകയാണ്. 2 വർഷവും 3 മാസവും മനോഹരമായ ഭരണം നടത്തുകയാണ്. പക്ഷേ ഒരു ദിവസം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് വല്ലാത്ത ഒരു ടെൻഷനാണ്. പടച്ചവനെ, കിടന്നിട്ടുറക്കം വരുന്നില്ല. ആ ടെൻഷന്റെ കാരണം എന്തെന്നറിയുമോ? അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മരണം അടുത്തിരിക്കുകയാ. അബൂബക്കർ തങ്ങളുടെ മരണം അടുത്തിരിക്കുകയാണ്. പടച്ചവനെ, അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് മനസ്സിലാവുകയാണ്. എന്താണ് ടെൻഷൻ എന്നറിയുമോ? അല്ലാഹുവേ, ഒരു നേതാവില്ലാത്തത് കാരണമാണ് ജനാസ വെക്കേണ്ടി വന്നത്. പടച്ചവനെ, ഞാൻ മരണപ്പെട്ടാലും ഇതേ അവസ്ഥയാണല്ലോ. അതുകൊണ്ട് ഞാൻ മരിക്കുന്നതിന് മുമ്പ് രണ്ടാമത്തെ നേതാവിനെ തെരഞ്ഞെടുക്കണം തമ്പുരാനെ, തമ്പുരാനെ. അതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒരു പിൻഗാമിയെ തെരഞ്ഞെടുക്കാൻ തീരുമാനിക്കുകയാണ്. ആരുടെ പേരാണ് ഓർമ്മ വന്നതെന്ന് അറിയുമോ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ തങ്ങളുടെ പേരാണ് ഓർമ്മ വന്നത്. ഉമറിനെ ഏൽപ്പിക്കാം അധികാരം. ഉമർ തങ്ങളുടെ പേരാണ് മനസ്സിൽ കടന്നു വന്നത്. എന്നാൽ ഒരു ടെൻഷനാണ്. എന്താണ് ടെൻഷൻ എന്നറിയുമോ? ഉമറിന് വലിയ പരിചയമില്ല. ഉമർ നല്ലവനാണ്. രഹസ്യമായ ജീവിതത്തിൽ ഉമറിന്റെ സ്വഭാവം എന്താണെന്ന് എനിക്കറിയില്ലല്ലോ. പരസ്യവും രഹസ്യവും അവന് വേണം അധികാരം കൊടുക്കാൻ. അതുകൊണ്ട് എനിക്ക് ഉമറിന്റെ രഹസ്യ ജീവിതം അറിയില്ലല്ലോ. അതുകൊണ്ട് ഉമറിനെ കുറിച്ചൊന്ന് പഠിക്കണം തമ്പുരാനെ, ഉമറിന്റെ സ്വഭാവം ഒന്നറിയണം തമ്പുരാനെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തീരുമാനമെടുക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്തെന്നറിയുമോ? മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഉസ്മാൻ തങ്ങളെ ഒരിക്കൽ വീട്ടിലേക്ക് വിളിക്കുകയാ. ഉസ്മാൻ എന്ന് പറയുന്ന സ്വഹാബിയെ വിളിക്കുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അബൂബക്കർ സിദ്ദീഖ് ഉസ്മാനേ, എന്റെ
മരണം അടുത്തിരിക്കുകയാണ് ഉസ്മാൻ, എന്റെ മരണം അടുത്തിരിക്കുന്നു ഉസ്മാൻ. അതുകൊണ്ട് അടുത്ത നേതാവിനെ തിരഞ്ഞെടുക്കാൻ സമയമായിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഉമറിന് ഭരണം കൊടുക്കാൻ, രണ്ടാമത്തെ ഖലീഫയായി ഉമറിന്റെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഉസ്മാനെ. പക്ഷേ ഉമറിനെ കുറിച്ച് ഉമറിന്റെ പരസ്യമേ എനിക്കറിയൂ, രഹസ്യ ജീവിതത്തിൽ ഉമറിന്റെ സ്വഭാവം എന്താണെന്ന് എനിക്കറിയില്ല. നിനക്കറിയാം ഉസ്മാൻ, നിനക്കറിയാം ഉസ്മാൻ. അതുകൊണ്ട് അഖ്ബിർനി അൻ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമറിന്റെ സ്വഭാവം എന്താണെന്ന് നീ എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ഉമർ ആരാണെന്ന് പറഞ്ഞു തരുമോ? എന്തുകൊണ്ടാണ് ഉസ്മാന് തങ്ങളോട് ചോദിച്ചതെന്നറിയുമോ? ഉമർ തങ്ങളും ഉസ്മാന് തങ്ങളും ഫ്രണ്ട്സുകളാ. ഉമർ തങ്ങളും ഉസ്മാന് തങ്ങളും ചങ്കുകളാണ്. അവര് രണ്ടുപേരും ആത്മാർത്ഥ ചങ്ങാതിമാരാണ്. ഒരു കൂട്ടുകാരന്റെ സ്വഭാവം മറ്റൊരു കൂട്ടുകാരന് നല്ലതുപോലെ അറിയുമല്ലോ. അതുകൊണ്ട് അഖ്ബിർനി അൻ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമറിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരാൻ തന്റെ കൂട്ടുകാരനായ ഉസ്മാൻ സഹാബിയോട് ചോദിച്ചപ്പോ ഉസ്മാൻ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഉസ്മാൻ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, തന്റെ കൂട്ടുകാരനെ കുറിച്ച് പറഞ്ഞു തരാൻ പറഞ്ഞപ്പോ അവിടെന്ന് പറയുകയാണ്, വല്ലാഹി ഇന്ന സരീറതഹു ഖൈറൻ മിൻ അലാനിയാ. ഉസ്മാൻ തങ്ങളുടെ മറുപടിയാണ്, വല്ലാഹി ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ ഈ ലോകത്തിന്റെ അധിപനായ എന്നെയും നിന്നെയും പടച്ച റബ്ബിനെ കൊണ്ട് തന്നെയാണ് സത്യം. ഇന്ന സരീറതഹു ഖൈറൻ മിൻ അലാനിയാ. എന്റെ കൂട്ടുകാരൻ നല്ലവനാ, എന്റെ കൂട്ടുകാരൻ നല്ലവനാ. എന്റെ ഉമറിന്റെ രഹസ്യവും പരസ്യവും ഒന്നുപോലെയാണ്. അവന് പടച്ചവനെ പേടിച്ച് ജീവിക്കുന്നവനാണ്. ഞാനാണ് സാക്ഷി പറയുന്നത്, ഞാനാണ് സാക്ഷി പറയുന്നത്. അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം. എന്റെ കൂട്ടുകാരൻ നല്ലവനാണ്. ധൈര്യമായിട്ട് നിനക്ക് അധികാരം കൊടുക്കാം. മഹാനായ ഉസ്മാൻ തങ്ങൾ നിറകണ്ണുകളോട് തന്റെ കൂട്ടുകാരനായ ഉമറിന് വേണ്ടി സാക്ഷി പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ ഈ കാണുന്ന മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയ മുസ്ലിമേ, ഇതുപോലെ അല്ലാഹുവിന്റെ മുമ്പിൽ പറയാൻ ധൈര്യമുള്ള, ഇതുപോലെ പടച്ച റബ്ബിന്റെ മുമ്പിൽ ചെന്നിട്ട് ഇവൻ എന്റെ കൂട്ടുകാരനാണ് തമ്പുരാന്, ഇവൻ നല്ലവനാണ്, നല്ലവനാണ് പടച്ചവനെ, ഇവന് സ്വർഗം കൊടുക്കണേ അല്ലാ എന്ന് പറയാൻ ഒരു നല്ല കൂട്ടുകാരൻ നമുക്കുണ്ടോ ബാപ്പാ? ചിന്തിക്കു ബാപ്പാ, നിന്നെ കുറിച്ച് നല്ലത് പറയാൻ ഒരു നല്ല കൂട്ടുകാരൻ നിനക്കുണ്ടോ എന്ന് നീ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. പറയടാ ചെറുപ്പക്കാരോ, ഉണ്ടോ പൊന്നമോനെ? എന്റെ വഴുത് കേൾക്കുന്ന ഉമ്മ പെങ്ങന്മാരെ, അല്ലാഹുവിന്റെ മുമ്പിൽ നിനക്ക് വേണ്ടി സാക്ഷി പറയുന്ന ഒരു നല്ല ഫ്രണ്ട് നിനക്കുണ്ടോ പെങ്ങളെ? ഒരുപാട് കൂട്ടുകാരുണ്ട്. നമ്മൾ പറയും ഉസ്താദേ ഇവൻ എന്റെ ചങ്കാണ്, ഇവൻ എന്റെ കരളാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടം ഇവനെയാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, എപ്പോഴും നിന്നെ കുറിച്ച് നല്ലത് പറയുന്ന നിന്റെ ചങ്ങാതി ഉണ്ടല്ലോ, അവനുമായിട്ട് നീ ഒന്ന് പിണങ്ങാൻ പറ്റുമോ? അവനുമായിട്ട് നീ ഒന്ന് വഴക്കു കൂടാൻ പറ്റുമോ? വഴക്കു കൂടിക്കഴിഞ്ഞാ നടു റോഡിൽ ഇറങ്ങി നിന്നിട്ടവൻ നിന്റെ പറയുകയാ, അവൻ നിന്റെ സർവ്വതും വിളിച്ചു പറയുമടോ. അങ്ങനെയുള്ള കൂട്ടുകാരനല്ല. പഠിച്ചവനെ ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടെന്നാണ്. നമ്മുടെ കൂട്ടുകാരാണ് നമ്മളെ പലതും പഠിപ്പിച്ചത്. വീടി വലിക്കാൻ പഠിപ്പിച്ചത് കൂട്ടുകാരനല്ലേ ചെറുപ്പക്കാരാ? സിനിമയ്ക്ക് പോകാൻ പഠിപ്പിച്ചത് കൂട്ടുകാരനല്ലേ ചെറുപ്പക്കാരാ? കള്ളം പറയാനും പറ്റിക്കാനും വഞ്ചിക്കാനും കള്ളത്തരങ്ങൾ കാണിക്കാൻ പഠിപ്പിച്ചത് കൂട്ടുകാരനല്ലേ പെങ്ങള്? എന്നാ ഞാൻ ചോദിക്കട്ടെ,
ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിന്നോട് ചോദിച്ചിട്ടുണ്ടോ നീ തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ടോ എന്ന്, ഇന്ന് ഖുർആൻ ഓതിയിട്ടുണ്ടോ എന്ന്, ഒരു രൂപയെങ്കിലും സദഖ കൊടുത്തിട്ടുണ്ടോ എന്ന്, 5 നേരം ജമാഅത്തായി ണ്ടോ എന്ന് ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ നിന്നോട് ചോദിച്ചിട്ടുണ്ടോ? ചെറുപ്പക്കാരാ, രാവും പകലും നിന്റെ കൂടെ നടക്കുന്ന ഒരുപാട് ഫ്രണ്ട്സുകളുണ്ടല്ലോ. എന്നാ നീ പറയും അവൻ എന്റെ ചങ്കാണെന്ന്. എന്നാ ചങ്കെന്ന് പറഞ്ഞാൽ ആരെന്ന്, കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ആരെന്നറിയുമോ? മോനെ, ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം നടക്കുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു, അബ്ദുല്ലാഹ് ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു, ആ സ്വഹാബിക്ക് തന്റെ വീടിന്റെ അകത്ത് കിടന്നിട്ടുറക്കം വരുന്നില്ല. കാരണം നേരം വെളുത്താൽ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു പോവുകയാണ്. അതുകൊണ്ട് കിടന്നിട്ടുറക്കം വരുന്നില്ല. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു പാതിരാത്രിയിൽ തന്റെ വീട്ടിൽ നിന്നിറങ്ങുകയാണ്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു തന്റെ ആത്മാർത്ഥ ഫ്രണ്ടാണ്. ആ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. അവിടെ നിന്ന് വിളിക്കുന്നു, സഅദ് ഇറങ്ങി വാടാ സഅദ്. പാതിരാത്രിയിൽ തന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി വിളിച്ചിറക്കുകയാണ്. പൂരപ്പറമ്പിൽ പോകാനല്ല, കടത്തിണ്ണയിൽ ഇരിക്കാനല്ല, കാമുകിയുടെ വീടിന്റെ പുറത്ത് കാവൽ നിൽക്കാനല്ല. മോനെ, അവിടെ നിന്ന് സഅദ് ഇബ്നു അബീ വഖാസ് എന്ന് പറയുന്ന കൂട്ടുകാരൻ എന്നിട്ട് പറഞ്ഞു ഒന്നുപെടുക്കാൻ. 2 പേരും ഒന്നുപെടുത്തടോ. ആരാരുമില്ലാത്ത മരുഭൂമിയുടെ ഒരു ഭാഗത്ത് പോയിട്ട് മുസല്ല വിരിച്ചിട്ട് നിസ്കരിക്കുകയാ. 2 പേരും നമസ്കാരം കഴിഞ്ഞപ്പോ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പറഞ്ഞു, സഅദ്, നേരം വെളുത്താ നമ്മൾ 2 പേരും യുദ്ധക്കളത്തിലേക്ക് പോവുകയാ. ഇനി കാണുമോ എന്നറിയില്ല സഅദ്. ഇത് ജീവിതത്തിന്റെ അവസാനത്തെ രാത്രിയാ സഅദ്. അതുകൊണ്ട് എനിക്ക് വേണ്ടത് ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യാ. എനിക്ക് വേണ്ടി നീ ആമീൻ പറയണം. നിനക്ക് വേണ്ടത് നീ ദുആ ചെയ്യ, ഞാൻ ആമീൻ പറയാ. അങ്ങനെ 2 പേരും തീരുമാനിക്കുകയാണ്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു പാതിരാത്രിയിൽ തന്റെ ഫ്രണ്ടിന്റെ കൂടെ ഇരുന്ന പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് തന്റെ കരങ്ങൾ ഉയർത്തിയിട്ട് അവിടെ നിന്ന് ദുആ ചെയ്യുന്നു. നാളെ ഉഹദിന്റെ രണാങ്കണത്തിൽ ചെല്ലുമ്പോ ഒരു നല്ല യോദ്ധാവിനെ എനിക്ക് എതിരാളിയായി തരണേ അല്ലാ. എനിക്ക് അവനെ പരാജയപ്പെടുത്തണം തമ്പുരാനെ. എനിക്ക് ജീവനോട് ഉഹദിന്റെ രണാങ്കണത്തിൽ നിന്നും മടങ്ങണമല്ലാ. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു പടച്ച റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു ആമീൻ പറയുകയാണ്. ദുആ ചെയ്ത് കഴിഞ്ഞപ്പോ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് കൂട്ടുകാരാ, ഞാൻ ദുആ ചെയ്യാ പോകുകയാ. ആത്മാർത്ഥമായിട്ട് ആമീൻ പറയണേ. എന്നിട്ട് എന്താണ് ദുആ ചെയ്തതെന്നറിയുമോ? പടച്ച റബ്ബേ, നാളെ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ എന്നെക്കാളും ആരോഗ്യമുള്ള, എന്നെക്കാളും യോദ്ധാവായ ഒരു എതിരാളിയെ എനിക്ക് തരണേ അല്ലാ. അവൻ കരുണയില്ലാത്തവനാകണം തമ്പുരാനെ. അവൻ മനുഷ്യത്വമില്ലാത്തവനാകണം തമ്പുരാനെ. അവൻ എന്റെ കൈവെട്ടി മുറിക്കണേ തമ്പുരാനെ. എന്റെ കാല് വെട്ടി മുറിക്കണേ തമ്പുരാനെ. എന്റെ ശരീരം മുഴുവനും വെട്ടി നുറുക്കണം തമ്പുരാനെ. എന്റെ മൂക്കവം മുറിച്ചെടുക്കണം തമ്പുരാനെ. അല്ലാ, എന്റെ ചെവി മുറിച്ചെടുത്തിട്ട് അവന് രണാങ്കണത്തിൽ കെട്ടി തൂക്കണേ അല്ലാ. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ടടങ്ങൾ നിറയുകയാണ്. തന്റെ ഫ്രണ്ടിന്റെ ദുആയാ, തന്റെ കൂട്ടുകാരന്റെ ദുആയാ. പടച്ചവനെ, 2 പേരും പാതിരാത്രിയിൽ
കഴിയുകയാണ്. അവസാന ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം കഴിഞ്ഞു. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു അവിടെ പറഞ്ഞു അൽഹംദുലില്ലാഹ് എന്റെ ദുആ അല്ലാഹു സ്വീകരിച്ചല്ലോ. ഏറ്റവും വലിയ ഉദാഹരണമാണ് ജീവനോടെ മടങ്ങുകയാണ്. സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങളുടെ ദുആ ചെയ്ത് അല്ലാഹു സ്വീകരിച്ചിരിക്കുകയാണ്. ഇനി അറിയേണ്ടത് കൂട്ടുകാരന്റെ കാര്യമാണ്. ഇനി അറിയേണ്ടത് തന്റെ ചങ്ങാതിയുടെ ദുആയാണ്. ഇതിന്റെ രണാങ്കണത്തിലൂടെ ഓടി ചെല്ലുമ്പോ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാ. കാലില്ലാത്ത ചെറുപ്പക്കാരാ, കയ്യില്ല പൊന്നുമോനെ, മൂക്ക് കാണുന്നില്ല പൊന്നുമോനെ. കൂട്ടുകാരന്റെ ചെവി ഇങ്ങനെ നൂലിലിട്ടിരിക്കുകയാണ്. ശരീരം മുഴുവനും തൊണ്ടം തന്തമായി വെട്ടുന്നു. മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്ന ഓടി ചെല്ലുകയാ. അതാ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല സഅദ് ഇബ്നു അബീ വഖാസ് എന്ന് പറയുന്ന തന്റെ ആത്മാർത്ഥ കൂട്ടുകാരനോട് പറയുകയാ, സഅദ്, നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ എനിക്ക് അല്ലാഹുവോട് പറയാ, എന്റെ കൈ കൊടുത്തെന്ന്, എന്റെ കാൽ കൊടുത്തെന്ന്, എന്റെ ചെവി കൊടുത്തെന്ന്, എന്റെ മൂക്ക് കൊടുത്തെന്ന് എനിക്ക് അല്ലാഹുവോട് പറയാമല്ലോ. നീയാണടാ സാക്ഷി, നീയാണടാ സാക്ഷി. അല്ലാഹുവോട് നാളെ പറയണം, സഅദ്, ഞാൻ നല്ലവനായിരുന്നു എന്ന്, ഞാൻ നല്ലവനായിരുന്നു എന്ന്, ഞാൻ പറഞ്ഞത് സത്യമായിരുന്നു എന്ന് നീ അല്ലാഹുവിനോട് സാക്ഷി പറയണം. എനിക്ക് സ്വർഗ്ഗം വാങ്ങിത്തരണം സഅദ്, എനിക്ക് സ്വർഗ്ഗം വാങ്ങിത്തരണം സഅദ്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ കൂട്ടുകാരനോട് പറയുകയാ, എനിക്ക് സ്വർഗ്ഗം വാങ്ങിത്തരാൻ നീ വേണം അല്ലാഹുവിനോട് ഞാൻ നല്ലവനായിരുന്നു എന്ന് പറയാൻ. ഇതാണോ ഖുർആൻ പറഞ്ഞത്, വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനൂ ശുഹദാ അലന്നാസ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടെ പറയുമ്പോ കൂട്ടുകാരൻ പറഞ്ഞാൽ ഇങ്ങനെയാകണം. നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ ചെല്ലുമ്പോ കോടതിയിൽ വെച്ചുകൊണ്ട് പറയണം, ഇവൻ നല്ലവനാ പടച്ചവന്, ഇവൻ നിസ്കരിച്ചവനാ പടച്ചവന്, നിന്നെ പേടിച്ച് ജീവിച്ചവനാ പടച്ചവന്, തെറ്റ് ചെയ്യാതെ നടന്നവനാണ് തമ്പുരാനെ. ഞാനാണ് സാക്ഷി പറയുന്നത്, ഇവന് സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ എന്ന് പടച്ച റബ്ബിനോട് പറയുന്ന ഒരു നല്ല കൂട്ടുകാരനാ ഉള്ളത്. മനസാക്ഷിയോട് ചോദിക്ക്, നെഞ്ചത്ത് കൈവച്ചിട്ട് ചോദിക്ക്, നിനക്ക് അങ്ങനെ ഒരു കൂട്ടുകാരനുണ്ടോ? ഫ്രണ്ട്ഷിപ്പിന് വല്ലാത്ത സ്ഥാനമാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനുണ്ടല്ലോ. ഫ്രണ്ട്ഷിപ്പിന് കൊടുക്കുന്ന സ്ഥാനമെന്താ? ഫ്രണ്ട്ഷിപ്പിന് കൊടുക്കുന്ന സ്ഥാനമെന്താ? എല്ലാത്തിനും പ്രതിഫലം നിറഞ്ഞ മതമാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ. ഫ്രണ്ട്ഷിപ്പിന്റെ മഹത്വം എന്തെന്നറിയുമോ? ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബാ, നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ ഒരു സിംഹാസനം അതിന്റെ മഹത്വം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. നബി തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ, അത് പ്രവാചകന്മാർക്കുള്ളതാണോ നബിയേ? ആ പറയുന്ന സിംഹാസനം അല്ലാഹുവിന്റെ പ്രവാചകന്മാർക്കുള്ളതാണോ നബിയേ? നബി തങ്ങൾ പറഞ്ഞു, അല്ല സ്വഹാബ, അത് ശുഹദാക്കൾക്കുള്ളതാണോ നബിയേ? നബി തങ്ങൾ പറഞ്ഞു, അല്ല സ്വഹാബ, ലോകത്ത് കിടന്ന് വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, ആദം നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ദാവൂദ് നബിയും യഅ്ഖൂബ് നബിയും യൂനുസ് നബിയും യൂസുഫ് നബിയും ഹാറൂൻ നബിയും അയ്യൂബ് നബിയും സക്കരിയ നബിയും സുലൈമാൻ നബിയും ഈസാ നബിയും മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള പ്രവാചകന്മാര് ഒതുക്കുകയാണ്. ആ സിംഹാസനത്തിൽ
വൈദ്യം ഭരിച്ച സുഖതാക്കളുണ്ടല്ലോ, ആ സുഖതാക്കൾ കൊതിക്കുകയാണ്. ആ സിംഹാസനം എനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ അവര് പോലും കൊതിക്കും. നബിയോട് സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, ഞാനുള്ളതാ നബിയേ, ഞാനുള്ളതാ നബിയേ. പ്രവാചകന്മാര് പോലും കൊതിച്ചു പോകുന്ന, സുഹദാക്കൾ പോലും കൊതിച്ചു പോകുന്ന ആ സിംഹാസനത്തിലിരിക്കാൻ അർഹതയുള്ളവരാരാണ് നബിയേ? മുത്തുനബി പറഞ്ഞ മറുപടി എന്നറിയുമോ? അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ച രണ്ട് കൂട്ടുകാർ, ഫ്രണ്ട്സുകൾ ഉള്ളതാ, രണ്ട് ചങ്ങാതിമാർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാ. അതുകൊണ്ട് എനിക്ക് പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഫ്രണ്ട്ഷിപ്പിന് വല്ലാത്ത സ്ഥാനമാണ്. നല്ല കൂട്ടുകാരുടെ കൂടെ നടക്കണേ മോനെ. കള്ളം കുടിച്ച് കഞ്ചാവ് അടിച്ച് മയക്കുമരുന്ന് ഉപയോഗിച്ച് വൃത്തികെട്ട ജീവിതം നയിക്കുന്നവന്റെ കൂടെ നടക്കരുത് ചെറുപ്പക്കാരാ. നല്ലവന്റെ കൂടെ വേണം നടക്കാൻ, നല്ലവന്റെ കൂടെ വേണം നടക്കാൻ. നല്ലവന്റെ കൂടെ നടന്നാൽ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? എന്റെ ചെറുപ്പക്കാരോട് പറയാ, നല്ലവന്റെ കൂടെ നടക്കടാ മോനെ, കൂടെ നടക്കരുത്. ചാവടിക്കുന്നവന്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവന്, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവന്റെ കൂടെ വലിയ പാപമാണെന്നറിയുമോ? നിനക്കറിയാനല്ല മോനെ. ആയിഷ ബീവി റളിയല്ലാഹു തആല പറഞ്ഞല്ലോ, നടക്കരുത്, അവന്റെ കൂടെ ഇരിക്കരുത്, അവനുമായി വിവാഹ ജീവിതം നടത്തരുത്, അവനെ സാമ്പത്തികമായി സഹായിക്കരുത്. പടച്ചവനെ, കള്ളു കുടിക്കുന്നവന്റെ കൂടെ പോലും നമ്മൾ നടക്കാൻ പാടില്ല, അവനുമായിട്ടൊരു ബന്ധവും പാടില്ല. എന്നാ നല്ലവന്റെ കൂടെ നടന്നാൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? സ്നേഹിക്കടാ ചെറുപ്പക്കാരാ, ആത്മാർത്ഥമായിട്ട് അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്ക്, അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്ക്. അധികാരത്തിനല്ല, പണത്തിനല്ല, തൊലിവെളുപ്പ് കണ്ടിട്ടല്ല, ആസ്വദിക്കാനല്ല, അവനവന്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല, അല്ലാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിച്ചാൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മൂതുന്ന ഒരു ദിവസമുണ്ടല്ലോ. പള്ളിപ്പറമ്പിലെ ഖബറിനകത്ത് നിന്ന് ഞാനും നിങ്ങളും എഴുന്നേറ്റ് പോകുന്ന ദിവസം, പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും നടന്നു വരുന്നവർ, ഇഴഞ്ഞു വരുന്നവർ, മുഖത്തു മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, മലദ്വാരങ്ങളിൽ കൊടികുത്തി വെച്ച് വരുന്നവർ, വലിപ്പമുള്ള വയറ് വലിച്ചു കൊണ്ടുവരുന്നവർ, ഇതുപോലെ ജനങ്ങൾ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു വരുന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹുവേ, എല്ലാവരും ഉമ്മം പ്രസവിച്ചിട്ടതുപോലെ നഗ്നരായി ഉടുതുണിയില്ലാതെ ആണുങ്ങളും പെണ്ണുങ്ങളും കടന്നു വരികയാണ്. എല്ലാവരുടെ മുഖത്തും വല്ലാത്ത ഭയമാണ്, പേടിച്ചു പറച്ചുകൊണ്ട് തലതാഴ്ത്തി പിടിച്ചിരിക്കുകയാണ്. എല്ലാവരും കരയുകയാണ്. യാ വൈലത്താ, യാ ഹസ്റത്താ എന്ന് വിലപിക്കുന്ന ദിവസമുണ്ടല്ലോ. ഒരാളും തിരിഞ്ഞു നോക്കാത്ത ദിവസമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി. ഒരാൾ പോലും നിന്നെ തിരിഞ്ഞു നോക്കാത്ത ദിവസം, അല്ലാഹുവിന്റെ കോടതിയിൽ ഞാനും നിങ്ങളും ഉടുതുണിയില്ലാതെ ചെമ്പിന്റെ തറയിൽ ഇങ്ങനെ പേടിച്ചു വിറച്ചു നിൽക്കുന്ന ദിവസമുണ്ടല്ലോ. തലയുടെ ഒരു ചാണ മുകളിലേക്ക് അങ്ങ് താഴ്ത്തുകയാണ്. 15 കോടി 15 ലക്ഷം കിലോമീറ്റർ മുകളിൽ നിൽക്കുന്ന സൂര്യൻ അസ്തമിച്ച് 10 മണിയായിട്ടും നമുക്ക് പ്രയാസമാണ്, നമുക്ക് ചൂടനുഭവപ്പെടുന്നില്ലേ? പെങ്ങളെ, ഇട്ടിരിക്കുന്ന ഫർദയുടെ ഉള്ളിലൂടെ വിയർപ്പ് തുള്ളി ഒഴുകുമ്പോ പ്രയാസപ്പെടുന്ന ഉമ്മ, ഇതൊക്കെ ഒരു വിയർപ്പാണോ ഉമ്മ? ഇതൊക്കെ ഒരു ചൂടാണോ വാപ്പാ? അതൊക്കെ എവിടെയാണെന്നറിയോ? അതൊക്കെ എവിടെയാണെന്നറിയുമോ? ചൂടുള്ള നാളുണ്ടേ, യാമം നാളാ,
ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂള വണ്ടോശ വണ്ടിയോ മായി വരുന്നേ കാടാ ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഇള സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാ മൂള അമലൊന്നുമില്ല ദങ്ങു ചെന്ന കോള മക്കളെ ഉമ്മ ചോറ് വെക്കുന്ന സമയത്ത് കലത്തിന്റെ അകത്ത് കിടന്ന് ചോറിങ്ങനെ തിളച്ച് കലത്തിന്റെ മുകളിലൂടെ നിറഞ്ഞു പുറത്തേക്ക് ഒഴുകുന്നത് കണ്ടിട്ടില്ലേ മോനെ? തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒഴുകുന്ന ദിവസമാണ് മസറ. അല്ലാഹുവേ, പടച്ച റബ്ബിന്റെ അർശിന്റെ താഴെയാണെന്ന് സ്ഥാനമുള്ളത്, അന്നവിടെയാണ് തണലുള്ളത്. അല്ലാഹുവിന്റെ സിംഹാസനത്തിന്റെ താഴെയാ. അവിടെ ഇതുപോലെ ഒരു സ്റ്റേജ് കാണാ, അന്ന് അതുപോലെ ഒരു സ്റ്റേജ് കാണാ. നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ അല്ലാഹുവിന്റെ അർശിന്റെ താഴ്ഭാഗത്ത് ഇതുപോലെ ഒരു സ്റ്റേജ് കാണാ. അന്ന് അവിടെ വിവിഐപികൾക്കാണ് സ്ഥാനമുള്ളത്. സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ദില്ലി. 7 വിഭാഗം അല്ലാഹു അവിടെ ഒരു സ്ഥാനം കൊടുക്കുന്നത്. ആ 7 വിഭാഗത്തിൽ ഒരു വിഭാഗം ആരെന്നറിയുമോ? അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ചവരാ. അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ചവരാ. അവർക്ക് അല്ലാഹു നാളെ ആ പരലോകത്ത് അർശിന്റെ താഴെ അല്ലാഹു ഒരു സ്ഥാനം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ ഇത് നല്ലവർക്ക് കിട്ടുന്ന പ്രതിഫലമാണ്. അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ചവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാണ്. എന്നാ നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഇവൻ എന്റെ ചങ്കാണെന്ന് പറഞ്ഞ് ഏത് വൃത്തികേടിനും കൂട്ടുന്ന ചെറുപ്പക്കാരാ, സ്വന്തം പിതാവ് പറഞ്ഞവന് വൃത്തികെട്ടവനാൻ അവന്റെ കൂടെ പോകരുത്. ഉമ്മ പറയുന്ന മോളെ, അവള് മോശമായ ജീവിതം നയിക്കുന്നവളാ, അവളുടെ കൂടെ പോകരുത്. ആര് പറഞ്ഞാലും കേൾക്കാതെ നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, ഒരു കാലം വരാതെ ലോകം അവസാനിക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുകയാണ്. ഒരു കാലം വരാതെ ലോകം അവസാനിക്കില്ല. കാലമെന്നറിയുമോ? മാതാപിതാക്കളെക്കാൾ കൂട്ടുകാർക്ക് സ്ഥാനം കൊടുക്കുന്ന ഒരു കാലം വരാതെ ലോകം അവസാനിക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് പുലർന്നടോ. എന്റെ മാതാവും പിതാവും അവന്റെ കൂടെ നടക്കല്ലേ, അവളുടെ കൂടെ പോകല്ലേ എന്ന് പറഞ്ഞാൽ അവരുടെ വാക്ക് തള്ളുകയാണ്. എന്നിട്ട് അവരുടെ കൂടെ നടക്കുകയാണ്. അവരുടെ മുമ്പിൽ മാതാപിതാക്കളുടെ വാക്കിന് വിലയില്ലടോ, സ്ഥാനം കൊടുക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മോശമായ കൂട്ടുകാരുടെ കൂടെ നടന്ന കരയും ചെറുപ്പക്കാരാ, ശപിക്കും ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, യാ ലൈതനി ലം അത്തഖിദു ഫുലാനന ഖലീലാ. നിന്റെ കൂടെ നടക്കാതിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു അല്ലാ എന്ന് നാളെ പരലോകത്ത് കിടന്ന് പരസ്പരം തല്ലുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുക, എടോ, നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരൻ പറയണം, പടച്ചവനെ ഇവൻ നല്ലവനാ, അല്ലാ ഇവൻ നല്ലവനാ, പടച്ചവനെ ഇവന് സ്വർഗം കൊടുക്കണേ എന്ന് നമ്മുടെ അല്ലാഹുവിനോട് പറഞ്ഞാൽ നമുക്ക് സ്വർഗമുണ്ട്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ സ്വന്തമായിട്ട് ചിന്തിക്ക്, അങ്ങനെ പറയുന്ന ഒരു ചങ്ങാതി നമുക്കുണ്ടോ? അങ്ങനെ അള്ളാന്റെ മുമ്പിൽ നമ്മൾ നല്ലവനായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്വർഗം വാങ്ങിത്തരുന്ന ഒരു കൂട്ടുകാരൻ നമ്മുടെ കൂടെ നടക്കുന്നുണ്ടോ? ഇപ്പം ചങ്ങാതിയോട് വെച്ചാൽ പറയും, അടിപൊളിയാണ്,
നല്ലവനാ, ഈ നാട്ടിലെ ഏറ്റവും നല്ലവൻ എൻ്റെ കൂട്ടുകാരനാ, ഓനുമായിട്ടൊന്ന് പിണങ്ങിക്കേ, ഓനുമായിട്ട് നീ ഒന്ന് പിണങ്ങി നോക്കിക്കേ, നിന്റെ കഥ മൊത്തവും പുറത്തിറങ്ങുമെന്ന് വിളിച്ചു പറയും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇവിടെ നല്ലവരുമായിട്ട് വേണം കൂട്ടുകാരാൻ. എൻ്റെ ചെറുപ്പക്കാരോട് പറയുന്നു, നല്ല കൂട്ടുകെട്ട്. ഇവിടെ ചങ്ങാതി നന്നായ പിന്നെ കണ്ണാടി വേണ്ടെന്നൊരു പഴഞ്ചൊല്ലുണ്ട്. നല്ല കൂട്ടുകാരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അൽഹംദുലില്ലാ ഒരു സന്തോഷമാണ് ജീവിതം. കാണുമ്പോൾ ചോദിക്കും, നിസ്കരിച്ചോ, ഖുർആൻ ഓതിയോ, പള്ളിയിൽ കണ്ടില്ലല്ലോ, ജമാഅത്തിനില്ലായിരുന്നല്ലോ, മഗ്‌രിബിനില്ലായിരുന്നല്ലോ, സുബഹിക്കില്ലായിരുന്നല്ലോ എന്ന് ചോദിക്കുന്ന നല്ല കൂട്ടുകാർ. ഈ മോശമായ കൂട്ടുകെട്ടിലൂടെ നടന്നല്ലേ ഈ മയക്കുമരുന്നിലേക്ക് പോയി പെട്ടുപോകുന്നത്. കൂട്ടുകാർ നിർബന്ധിക്കുന്നു, ഒന്ന് വലിച്ചു നോക്കടാ, ഒന്ന് പുകച്ചു നോക്കടാ എന്ന് നമ്മളെ പഠിപ്പിക്കുന്നേ. ഈ മോശമായ കൂട്ടുകെട്ടിൽ പെട്ടുപോയി എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നിലയില്ലാ വെള്ളത്തിൽ കിടക്കുന്നത് പോലെ കിടക്കുന്ന എത്ര പേരുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഇപ്പൊ എവിടെ നോക്കിയാലും മയക്കുമരുന്നും ലഹരി പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഉമ്മത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് തന്നെ അറിയണില്ല. ഇന്നത്തെ യുവതലമുറയുടെ പോക്ക് എങ്ങോട്ടാണെന്ന് അറിയില്ല. എല്ലാവരും പറയുന്ന അവൻ്റെ കൂട്ടുകാരാണ് പറ്റിച്ചു കളഞ്ഞത്, കൂട്ടുകാരാണ് കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞത് എന്ന് പറയുന്നൊരവസ്ഥ. എന്തിനാവശ്യമില്ലാത്തടത്ത് പോകുന്നത്? നല്ല കൂട്ടുകാരായി കഴിഞ്ഞാൽ, നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കി എത്രയോ നല്ലതാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് പത്രമാധ്യമങ്ങൾ എടുത്തു നോക്കുമ്പോൾ പടച്ചവന് ഏതെങ്കിലും ഒരു കേസ് നോക്കുമ്പോൾ ഒന്നാമതിനകത്താണ് ബറക്കത്തിനൊരു മുസ്ലിം കിടക്കുന്ന കാലം. ഒന്നാമത്തെ മുസ്ലിം സമുദായം ഒരുപാട് പേരുദോഷങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വലിയ വലിയ ആരോപണങ്ങൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ മനസ്സിലാക്കുന്നില്ല. നമ്മൾ ചിന്തിച്ചു നോക്കിക്കേ, കാശ്മീർ എന്ന് പറയുന്ന നാട്ടിലാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ 10-27 പേരെ വെടിവെച്ചു കൊന്നത്. അള്ളാഹു അവരുടെ കുടുംബത്തിന് സമാധാനം നൽകുമാറാകട്ടെ. 10-27 പേരെ വെടിവെച്ചു കൊന്നു. ആ വെടിവെച്ചു തീവ്രവാദികൾ എന്ന് പറയുന്നവർക്ക് മതമൊന്നുമില്ല. അവൻ ഒരു മതവുമില്ല. അവൻ എന്ത് പേരിട്ടാലും അവർക്ക് മതമില്ലല്ലോ. അവർക്ക് മതത്തെക്കുറിച്ചുള്ള അറിവും ബോധവും ഇല്ലല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ അവർ ഈ പണിക്ക് നിൽക്കില്ലല്ലോ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ 10-27 പേരെ വെടിവെച്ചു. ഞങ്ങളുടെ കേരളക്കാരനായ ഒരു സഹോദരൻ, രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകള് പറഞ്ഞ വാക്ക് എത്രയോ നമ്മൾ മനസ്സിലാക്കണം. ആ പ്രിയപ്പെട്ട സഹോദരി പറയുന്നു, എന്തോ 2 ചെറുപ്പക്കാര്, സമീറും പറയുന്ന 2 കൂട്ടുകാർ. ആ സഹോദരി പറയുന്നു, എനിക്ക് കാശ്മീരിൽ പോയപ്പോൾ 2 കൂടപ്പറപ്പുകളെ കിട്ടിയെന്നാ പറഞ്ഞ സഹോദരി. എന്നെ രക്ഷപ്പെടുത്തിയത് അവരാണ്. എനിക്ക് 2 കൂടപ്പറപ്പുകളെ, 2 സഹോദരങ്ങളെ എനിക്ക് കാശ്മീരിൽ നിന്ന് കിട്ടിയെന്ന് മരണപ്പെട്ടു പോയ കുട്ടിയുടെ മക്കളാ, അല്ല അവരുടെ അച്ഛൻ മരണപ്പെട്ടു പോയി. മകളാ പറയുന്നത്. പള്ളിയുടെ മിനാരങ്ങളിലൂടെ വിളിച്ചു പറഞ്ഞു അപകടങ്ങൾ ഉണ്ടായതിനെ കുറിച്ച്. എൻ്റെ പ്രിയപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ ചാടി വീണ് ഷഹീദായി പോയതൊരു മുസ്ലിം ചെറുപ്പക്കാരനാ. ആ കാശ്മീരികളാണ് ഇവരെ രക്ഷപ്പെടുത്താൻ ഒരുപാട് കഷ്ടപ്പെടുകയും പരിശ്രമിക്കുകയും ചെയ്തത് എന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു സത്യമാണ്. പക്ഷെ അതൊന്നും ഇവിടെ ആരും പരിഗണിക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, കുറച്ചാൾക്കാർ, എല്ലാവരുമില്ല, കുറച്ചാൾക്കാർക്ക് ഈ സമുദായത്തോട്, ഈ മതത്തിനോട് വല്ലാത്ത വെറുപ്പും വിദ്വേഷവും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അള്ളാഹു ഈ ഉമ്മത്തിന് ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എപ്പോഴും എങ്ങനെയാണ് ഇതിനകത്തൊക്കെ അകപ്പെട്ടു പോകുന്നത്? അകപ്പെട്ടു പോകുന്നത് ഈ മോശമായ കൂട്ടുകെട്ടുകൾ. ഈ മോശമായ ഒരുത്തൻ നല്ലവനാണോ മോശക്കാരനാണോ എന്ന് തിരിച്ചറിയാനുള്ള ബോധം പോലും ഇന്നത്തെ യുവതലമുറയ്ക്കില്ലാതെ പോകുന്നു. അവന്റെ കൂടെ കൂടുന്നു. ഈ അടുത്ത് കേരളത്തിലെ കഴിഞ്ഞ മാസത്തെ കണക്കാണെന്ന് തോന്നുന്നു, ഈ ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നവർ അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി അവർക്ക് ചികിത്സ നടത്തുന്ന സെന്ററുകളിൽ കഴിഞ്ഞ 1 മാസക്കാലം വന്ന കണക്ക്, എൻ്റെ പ്രിയപ്പെട്ടവരെ, വല്ലാത്ത അത്ഭുതം. ഏറ്റവും കൂടുതൽ പെൺകുട്ടികളാണ് വന്നിരിക്കുന്നത്. പണ്ട് ആണുങ്ങൾ മാത്രമാണ് കള്ളുപയോഗിച്ച്, ഇന്ന് പെൺകുട്ടികൾ വരെ. എല്ലാം 18ഉം 20ഉം വയസ്സിന്റെ താഴെ പ്രായമുള്ള കുട്ടികൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരല്ലേ, നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുന്നവരല്ലേ, നിങ്ങൾ ബാംഗ്ലൂരും മംഗലാപുരം ടൗണിലൊക്കെ നമ്മളൊക്കെ വയത് കഴിഞ്ഞ് പോകുമ്പോഴാണ് പല കാഴ്ചകൾ കാണുന്നത്, നെഞ്ചു പൊട്ടുന്ന കാഴ്ചകൾ. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ലവരുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുക. നല്ലവരുമായിട്ട് നല്ല കൂട്ടുകാരെ വേണം തെരഞ്ഞെടുക്കാൻ. തെറ്റു ചെയ്യുന്നവന്റെ കൂടെ നടക്കരുത്. എടോ, അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കടോ.
അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുക. ആണുങ്ങളെ വേണം സ്നേഹിക്കാൻ. ഇന്ന് കാലം മാറിയിരിക്കുകയാണ്. ആണുങ്ങൾക്ക് ആണുങ്ങളെ വേണ്ട, പെണ്ണിനെ മതി ഗേൾ ഫ്രണ്ട്, ബോയ് ഫ്രണ്ട്, എല്ലാവരും ഫ്രണ്ട്. അങ്ങനത്തെ ഫ്രണ്ടൊന്നും അള്ളാന്റെ ദീനിലില്ലടോ. സ്നേഹിക്കുകയാണെങ്കിൽ അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കൂ. അവൻ പടച്ചവനെ നിന്റെ കൂട്ടുകാരൻ തെറ്റു ചെയ്യുന്നത് കണ്ടാൽ അവനോട് ചെയ്യരുത്. പിന്നെയും അവൻ ചെയ്യുകയാണ്, അവനോട് പറയണം ഇനി ചെയ്താ ഞാനും നിന്റെ കൂടെ കൂടില്ല. പിന്നെയും അവന് തെറ്റ് ആവർത്തിച്ചു കഴിഞ്ഞാ അവനുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചോ. അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നവന് സ്വർഗമുണ്ട്, അള്ളാഹുവിന് വേണ്ടി വെറുക്കുന്നവനും സ്വർഗമുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, കൂട്ടുകാരനെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, അവൻ ചെയ്യുന്ന പ്രവർത്തനത്തെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് വെറുത്ത് കളഞ്ഞത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, മന്നസിന അലൈഹി അർബഅത്തു ഖൈറാ വജബതു ലഹുൽ ജന്നാ. സ്വർഗ്ഗം നിർബന്ധമാത്താളാരാ. നിന്നെ കുറിച്ച് നിന്റെ കൂട്ടുകാര് പടച്ചവനോട് പറയണം ഇവൻ നല്ലവനായിരുന്നു തമ്പുരാനെ എന്ന് സാക്ഷി പറഞ്ഞാൽ അവന് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, അല്ലാഹുവേ ഞങ്ങൾക്ക് ഈമാനുള്ള മരണം തരണേ അല്ലാ. ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, നല്ല മരണം വെറുതെ കിട്ടില്ലല്ലോ.